ഭരണവിരുദ്ധ വികാരത്തിന്റെ ജനവിധിയാണ് 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം. വികസന മുരടിപ്പും അഴിമതിയും ഉത്തർപ്രദേശിൽ സമാജ്വാദി സഖ്യത്തിന് തിരിച്ചടിയായി. ലഹരി മാഫിയ നിയന്ത്രണത്തിലെ അകാലിദൾ സർക്കാരിനോടുള്ള അമർഷമായിരുന്നു പഞ്ചാബിലെ ജനവിധി. 15 വർഷത്തെ കോൺഗ്രസ് സർക്കാരിനോടുള്ള വിരുദ്ധ വികാരം മണിപ്പൂരിൽ അക്കൗണ്ട് തുറക്കാൻ ബിജെപിക്ക് അവസരം നൽകി. 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും വിധിയെടുത്ത് ഭരണവിരുദ്ധ വികാരത്തിന്റെ നേർപകർപ്പ് കൂടിയാവുകയാണ്. 15 വർഷത്തിനു ശേഷം ഉത്തർപ്രദേശിൽ ബിജെപി അധികാരവാതിൽ തുറക്കുന്നതിന് നെടുന്തൂണായത് സമാജ്വാദി പാർട്ടിയോടുള്ള ഭരണവിരുദ്ധ വികാരം. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം, അറവുശാലകൾ അടച്ചുപൂട്ടൽ, മുത്തലാഖ് വിഷയം എന്നിവയ്ക്കൊപ്പം 7ാം ഘട്ടത്തിൽ നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടിയത് വികസനവും അഴിമതിയുമായിരുന്നു. വർദ്ധിച്ച ക്രിമിനൽ മേൽക്കോയ്മ, കാഴ്ച, ആവശ്യത്തിന് അധ്യാപകർ പോലുമില്ലാത്ത വിദ്യാലയങ്ങൾ എന്നിവ അഖിലേഷ് യാദവ് സർക്കാരിന് തിരിച്ചടിയായി. കാർഷിക വായ്പകൾ എഴുതിത്തള്ളും, ഭവനരഹിതർക്ക് വായ്പ, എല്ലാ വീട്ടിലും ശൗചാലയം, വൈദ്യുതി, LPG എന്നീ BJP വാഗ്ദാനങ്ങൾ അതിനാൽ തന്നെ ജനങ്ങളെ മാറി ചിന്തിപ്പിക്കാൻ വഴിവെച്ചു. ലഹരിക്കടിമയായ സംസ്ഥാനം, ലഹരി ഉടമകളായ അധികാരികളെന്ന പ്രകാശ് സിംഗ് ബാദൽ സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ ആരോപണം പഞ്ചാബികളുടെ തന്നെയെന്ന് തെളിയിക്കപ്പെട്ടു. പഞ്ചാബിൽ സർവ്വമേഖലയിലും വ്യാപിച്ച അഴിമതിയും അകാലിദൾ BJP സഖ്യത്തിനെതിരെയുള്ള വിധിയെഴുത്തിന് കാരണമായി. ഉത്തരാഖണ്ഡിൽ BJPക്ക് ലഭിച്ച 54 സീറ്റുകൾ അടിക്കടിയുള്ള നേതാക്കളുടെ കൂറുമാറ്റത്തോടും ഹരീഷ് റാവത്ത് സർക്കാരിനുമെതിരെയുള്ള എതിർപ്പിന്റെ പ്രതികരണമായി. വോട്ടിംഗ് ശതമാനം നിലനിർത്താനായപ്പോഴും മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറുടെ തോൽവി ഗോവൻ വിധിയെഴുത്തിൽ BJPക്ക് തിരിച്ചടിയായി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസമിന് ശേഷം മണിപ്പൂരിൽ സ്വാധീനമുറപ്പിക്കാൻ BJPക്ക് അവസരം ലഭിച്ചത് 15 വർഷത്തെ കോൺഗ്രസ് ഭരണത്തോടുള്ള മണിപ്പൂർ ജനതയുടെ അമർഷമായിരുന്നു. പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയ നോട്ട് പിൻവലിക്കൽ വിഷയം പ്രാദേശിക പ്രശ്നങ്ങൾക്കിടയിൽ ജനങ്ങൾ വിലക്കെടുക്കാത്തതും BJPയുടെ വിജയത്തിന് കാരണമായി. മനുശങ്കർ, ദില്ലി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരെ നിശ്ചയിക്കാൻ BJP പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട് ചേരും. സംസ്ഥാന അധ്യക്ഷൻ കേശവ് പ്രസാദ് മൗര്യ സജീവ പരിഗണനയിലെങ്കിലും ലക്നൌ മേയർ ദിനേശ് ശർമ്മയെ നരേന്ദ്രമോദി നിർദ്ദേശിക്കുമെന്നാണ് സൂചന. ഇതിനിടയിൽ മണിപ്പൂരിലും ഗോവയിലും സർക്കാർ രൂപീകരണത്തിന് BJP നീക്കം ശക്തമാക്കി. അതേസമയം മണിപ്പൂരിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾക്കായി ചേർന്ന കോൺഗ്രസ് പാർട്ടി യോഗം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി മനുശങ്കർ ചേരുകയാണ്. മനു, 5 സംസ്ഥാനങ്ങളിലും ആർക്കൊക്കെയാണ് സാധ്യത കൽപ്പിക്കുന്നത്? ഒപ്പം എന്തൊക്കെ കരുനീക്കങ്ങളാണ് ഇരു പാർട്ടികളും നടത്തുന്നത്? 5 മണിക്കാണ് BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം പാർട്ടി ആസ്ഥാനത്ത് ദില്ലിയിൽ ചേരുക. പ്രധാനമായും ഇപ്പോൾ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പേരുകൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് കേശവ് പ്രസാദ് മൗര്യ, അതോടൊപ്പം പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷനും ലക്നൌ മേയറുമായ ദിനേശ് ശർമ്മ, കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ, മനോജ് സിൻഹ, സ്മൃതി ഇറാനി, രാജ്നാഥ് സിംഗ് ഇവരുടെ പേരുകളൊക്കെ പാർട്ടിയുടെ പരിഗണനയിൽ വന്നിരുന്നുവെങ്കിലും അവസാന ലാപ്പിലേക്ക് 2 പേരുകളാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കേശവ് പ്രസാദ് മൗര്യ, അതോടൊപ്പം ഉപാധ്യക്ഷനും ലക്നൌ മേയർ കൂടിയായ ദിനേശ് ശർമ്മ എന്നിവരാണ്. ഇതിൽ നരേന്ദ്രമോദി ഈ പാർട്ടിയുടെ വിജയം ഉറപ്പിച്ച ഉടനെ തന്നെ ദിനേശ് ശർമ്മയുടെ ബയോഡേറ്റയും മറ്റും സംസ്ഥാന പാർട്ടി നേതാക്കളിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നരേന്ദ്രമോദിയാണ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുക. നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടും. അതിനാൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ ഈ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത് കേശവ് പ്രസാദ് മൗര്യയാണ്. പിന്നോക്ക വിഭാഗങ്ങളുടെ നേതാവായി ഉയർന്നു വന്ന കേശവ് പ്രസാദ് മൗര്യ സംസ്ഥാന അധ്യക്ഷ പദവിയിലും, അതോടൊപ്പം സവർണ വിഭാഗത്തിന്റെ പിന്തുണയുള്ള ബ്രാഹ്മിൺ വിഭാഗത്തിൽ നിന്നും മറ്റും ഉയർന്നു വന്നിട്ടുള്ള നേതാവായ ദിനേശ് ശർമ്മയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ BJP അവസാന ലാപ്പിലേക്ക് എത്തിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷൻ കൂടിയായ ദിനേശ് ശർമ്മ തന്നെ എത്തിയേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. 5 മണിക്ക് ആണ് യോഗം ആരംഭിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്ന അജയ് ഭട്ട് പരാജയപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ത്രിവേന്ദ്ര സിംഗ് ആയിരിക്കും ഒരുപക്ഷെ RSS പിന്തുണയുള്ള നേതാവാണ്. ഇവർ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയേക്കും എന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും മറ്റു സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിലും ഗോവയിലും കൂടി അധികാരം ഉറപ്പിക്കാനുള്ള എല്ലാ ചരട് നീക്കങ്ങളും BJP ശക്തമാക്കി കഴിഞ്ഞു. മണിപ്പൂരിൽ 21 സീറ്റുകൾ BJPക്കും 28 സീറ്റുകൾ കോൺഗ്രസിനുമാണുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 31 സീറ്റുകളാണ് വേണ്ടത്. എങ്കിലും 4 സീറ്റുകൾ മതിയെങ്കിലും അതുപോലും കോൺഗ്രസിന് നേടിയെടുക്കാൻ ഒരു സാഹചര്യം ഇപ്പോൾ മണിപ്പൂരിൽ കുറഞ്ഞു വരികയാണ്. കാരണം 2 പാർട്ടികൾ, നാഷണലിസ്റ്റിക് പാർട്ടിയും അതോടൊപ്പം നാഗാലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും, ഈ 2 പാർട്ടികൾക്ക് 4 സീറ്റുകൾ വീതമുണ്ട്. ഈ 2 പാർട്ടികളും ഇന്നലെ രാത്രി തന്നെ കോൺഗ്രസിനെ എതിർക്കുന്ന ഒരു സർക്കാരിന് പിന്തുണ നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റു സ്വതന്ത്രരെ കൂടി പിന്തുണ ഉറപ്പിച്ച് മണിപ്പൂരിൽ ഒരു സർക്കാർ രൂപീകരണത്തിന് BJP എല്ലാ നീക്കങ്ങളും സജീവമാക്കി കഴിഞ്ഞു. ഇന്ന് മണിപ്പൂരിൽ കോൺഗ്രസിന്റെ പാർട്ടി യോഗം പുരോഗമിച്ചിരുന്നു. മണിപ്പൂരിലെ
കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് ചുമതല പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയ്ക്കാണ്. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇംഫാലിൽ മറ്റും ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം മണിപ്പൂരിൽ BJP ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഗോവയിൽ 17 സീറ്റ് കോൺഗ്രസും അതോടൊപ്പം 13 സീറ്റ് BJPയുമാണ് കരസ്ഥമാക്കിയിരുന്നത്. 21 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എങ്കിലും ഗോമന്തക് പാർട്ടിയുടെയും അതോടൊപ്പം ഗോവ പീപ്പിൾസ് ഫ്രണ്ടിന്റെയും മറ്റും പിന്തുണ കരസ്ഥമാക്കി ഈ സ്വതന്ത്രരെയും മറ്റും നേരിട്ട് കണ്ട് മനോഹർ പരീക്കറിന്റെ ദൂതന്മാർ മറ്റും ഇപ്പോൾ ചർച്ച നടത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഗോവയിൽ കൂടി സർക്കാർ രൂപീകരണത്തിന് BJP ഇപ്പോഴത്തെ കാര്യങ്ങൾ അടുപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ രാജ്യസഭയിൽ കൂടി പിന്തുണ വ്യക്തമാകുമ്പോഴും പല സംസ്ഥാന നിയമസഭയുടെയും പിന്തുണ പല ബില്ലുകൾ പാസ്സാക്കുമ്പോഴും സർക്കാരിന് വേണ്ടിവരും. ഈ ഒരു സാഹചര്യത്തിൽ മണിപ്പൂരിലും ഗോവയിലും കൂടി സർക്കാർ രൂപീകരണത്തിലൂടെ എല്ലാ വലിയ സംസ്ഥാനങ്ങൾക്കും പുറമെ രാജ്യത്തകത്തെ സംസ്ഥാനങ്ങളുടെ നിയമസഭാ പിന്തുണ കൂടി നേടിയെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. എന്തായാലും മുഖ്യമന്ത്രിമാരുടെ ഇപ്പോഴത്തെ ഉത്തരാഖണ്ഡിലെയും ഉത്തർപ്രദേശിലെയും മുഖ്യമന്ത്രിമാരുടെ അന്തിമ തീരുമാനം 5 മണിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം വ്യക്തമാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അഞ്ജു, ശരി, സമഗ്രമാണ്. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ A ഗ്രൂപ്പിന്റെ അവകാശവാദങ്ങൾക്ക് പ്രാധാന്യമേറും. UP ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനേറ്റ തിരിച്ചടിയാണ് A ഗ്രൂപ്പിന് ശക്തി പകരുന്നത്. അതേസമയം സോണിയാഗാന്ധി തിരിച്ചെത്തിയ ശേഷമേ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കൂ. DCC പുനഃസംഘടനയ്ക്ക് ശേഷം ഹൈക്കമാൻഡിനോട് പരസ്യമായ വെല്ലുവിളിയാണ് ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും നടത്തിയത്. ഹൈക്കമാൻഡിന് താൽപര്യമുണ്ടായിരുന്നിട്ടും KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും VM സുധീരന്റെ രാജി അനിവാര്യമാക്കിയതും A ഗ്രൂപ്പിന്റെ ഈ നിലപാടാണ്. ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ദുർബലപ്പെടുത്തിയത് A ഗ്രൂപ്പിന് ഇപ്പോൾ കൂടുതൽ ശക്തി പകരുന്നു. അതിനാൽ KPCC അധ്യക്ഷ സ്ഥാനത്തിനായുള്ള A ഗ്രൂപ്പിന്റെ അവകാശവാദത്തിന് പ്രാധാന്യമേറും. A ഗ്രൂപ്പിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൂടുതൽ സാധ്യത. അല്ലെങ്കിൽ PT തോമസ് പരിഗണിക്കപ്പെട്ടേക്കാം. സാമുദായിക സമവാക്യങ്ങൾക്കു കൂടി പ്രാധാന്യം നൽകിയാകും അന്തിമ തീരുമാനമെടുക്കുക. I ഗ്രൂപ്പും KPCC അധ്യക്ഷ സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ വൈസ് പ്രസിഡന്റ് VD സതീശൻ, KC വേണുഗോപാൽ, K സുധാകരൻ തുടങ്ങിയവർ അധ്യക്ഷ പദം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം I ഗ്രൂപ്പിനായതിനാൽ അധ്യക്ഷ സ്ഥാനം തങ്ങൾക്ക് തന്നെ ലഭിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമമാവുകയെങ്കിലും A ഗ്രൂപ്പിന്റെ വാദങ്ങൾ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്നതാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ലെത്താൻ സാധ്യത തേടി BDJS. BJPയുമായി ഇടഞ്ഞ വെള്ളാപ്പള്ളി ഉമ്മൻചാണ്ടിയുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്നാണ് സൂചന. സുധീറിന്റെ രാജിയോടെ UDF പ്രവേശനം സാധ്യമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BDJS. TP പ്രശാന്ത് തരും കൂടുതൽ വിവരങ്ങൾ. പ്രശാന്ത്, NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന BDJSന് പുതിയ സാധ്യത, പുതിയൊരു കരുനീക്കം നടക്കുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരം? തീർച്ചയായും അഞ്ജു, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് UDF ക്യാമ്പിലേക്ക് ചേക്കാറാനുള്ള നീക്കങ്ങളാണ് BDJSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BJPയുമായി വെള്ളാപ്പള്ളി ഗണേശൻ അടക്കമുള്ള നേതാക്കൾ ഇടഞ്ഞു നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് BDJSനെ UDF ക്യാമ്പിൽ എത്തിക്കാനാണ് നീക്കം. ഉമ്മൻചാണ്ടിയുമായി വെള്ളാപ്പള്ളി ചർച്ച നടത്തിയെന്നാണ് BDJS നേതാക്കൾ നൽകുന്ന സൂചനകൾ. ഒപ്പം തങ്ങൾ ഇതുവരെ എതിർത്തിരുന്ന KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് VM സുധീരൻ രാജിവെച്ചതോടെ ഇനി കോൺഗ്രസ് നന്നാവും എന്നായിരുന്നു വെള്ളാപ്പള്ളി ഗണേശൻ നേരത്തെ പ്രസ്താവിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ UDF പ്രവേശനം എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലാണ് BDJSനെ UDF എത്തിക്കലിലൂടെ നഷ്ടപ്രഭാവം വീണ്ടെടുക്കാനുള്ള ഉമ്മൻചാണ്ടിയുടെ ശ്രമങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സുധീരൻ രാജിയോടെ കൂടുതൽ കരുത്ത് ആർജിക്കാനുള്ള ശ്രമങ്ങളാണ് A ഗ്രൂപ്പ് നടത്തുന്നത്. നിലവിൽ A ഗ്രൂപ്പിന് ഒരു പ്രതിനിധിയാണ് KPCC പ്രസിഡന്റായി എത്തുന്നതെങ്കിൽ BDJSന് UDFിലേക്കുള്ള വഴികൾ എളുപ്പം തുറക്കാമെന്നുള്ള ഒരു ധാരണയുമാണ് ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഉമ്മൻചാണ്ടിക്കൊപ്പമാണ് നിൽക്കുന്നത്. ക്രൈസ്തവരുടെയും മുസ്ലിം വിഭാഗങ്ങളുടെയും പിന്തുണ അടക്കം ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കുണ്ട്. LF കൂടി ഒപ്പം നിർത്തി എല്ലാം സാധ്യമാക്കാനാകും എന്നുള്ള കണക്കുകൂട്ടലിലും കരുനീക്കങ്ങളുമാണ് ഉമ്മൻചാണ്ടി. ശരി, വ്യക്തമാണ്. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന BDJS UDFിലേക്കും ചേക്കേറാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. വിവരങ്ങളാണ് TP പ്രശാന്ത് നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ ചിന്താഗതിക്കാരാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ലോകത്ത് വലതുപക്ഷ ധ്രുവീകരണമാണ് അവരുടെ ലക്ഷ്യം. ഇവർ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ്. കോർപ്പറേറ്റുകളുടെ താൽപര്യം മാത്രമാണ് ഇവർ സംരക്ഷിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തൃക്കരിപ്പൂർ എടച്ചാക്കയിൽ CPIM ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കോടിയേരി. അമേരിക്കയിൽ ട്രംപും ഇന്ത്യയിൽ നരേന്ദ്രമോദിയും കൂടി ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ലോകത്തെ തന്നെ
ഒരു വലതുപക്ഷ ആശയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടത്തുന്നത്. അതിനനുസരിച്ച് സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളും നാം നേടിയെടുത്തിട്ടുള്ള മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള തകർച്ചയിലേക്കാണ് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് സ്വകാര്യ ആശുപത്രിയിലെ 2 വനിതാ ജീവനക്കാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത. മരിച്ച 20-കാരി നിരവധി തവണ ലൈംഗിക ചൂഷണത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ആരോപിച്ചു. എന്നാൽ വീട്ടുകാർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല. അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ സമരം ആരംഭിച്ചു. 2016 ഡിസംബർ ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസങ്ങളിലായാണ് പാലക്കാട് പാലന ആശുപത്രിയിലെ ജീവനക്കാരികൾ ആത്മഹത്യ ചെയ്തത്. ഈ മാസം 2 പെൺകുട്ടികൾ ആത്മഹത്യാ ശ്രമവും നടത്തി. 5 ദിവസം മുമ്പ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ജീവനക്കാരി ഇതേ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഫെബ്രുവരി 20 മരിച്ച അവിവാഹിതയായ യുവതി നിരവധി തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നഴ്സിംഗ് സ്റ്റാഫായ യുവതി ചിറ്റൂരിലെ വീട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ആശുപത്രിക്കെതിരെ ലൈംഗിക അതിക്രമമടക്കമുള്ള ആരോപണമുയർന്ന സാഹചര്യത്തിൽ ഇതുവരെ പരാതി നൽകാത്ത വീട്ടുകാർക്കും സംശയമുണ്ട്. സംശയത്തിന് സാധ്യതയുണ്ട്, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇപ്പം നമ്മുടെ മോളിപ്പോൾ അവിടുത്തെ പ്രശ്നത്തിൽ എന്തോ വന്ന് മരണപ്പെട്ട അവളോടല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ള കാര്യം അറിയില്ലല്ലോ. ആശുപത്രിയിലെ പീഡനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ആക്ഷേപമുണ്ട്. സംഭവം ഒതുക്കി തീർക്കാൻ BJP ഇടപെട്ടതായി CPIM ജില്ലാ നേതൃത്വം പറയുന്നു. ആരോപണമുയർന്ന സാഹചര്യത്തിൽ ആശുപത്രി ജീവനക്കാരിൽ നിന്നും മാനേജ്മെന്റ് പ്രതിനിധികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. പരാതി നൽകിയില്ലെങ്കിലും മരിച്ച കുട്ടികളുടെ വീടുകളിൽ ASP G പൂങ്കുഴലി നേരിട്ടെത്തി അന്വേഷണം നടത്തി. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം AK ലതീഷ്. കുടിവെള്ളം കിട്ടാക്കനിയാണ് ഫോർട്ട് കൊച്ചി ചെല്ലാനം നിവാസികൾക്ക്. പല പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചതാണ് നിരവധി കുടുംബങ്ങളുടെ ദുരിതത്തിന് കാരണം. ശുദ്ധജലക്ഷാമത്തെ തുടർന്ന് രോഗഭീതിയിലാണ് പ്രദേശവാസികൾ. മഴക്കാലത്ത് ഇത്തരം സംഭരണികളിൽ ശേഖരിക്കുന്ന വെള്ളമാണ് ഇവരുടെ ആശ്രയം. വേനൽ കടുത്തതോടെ സംഭരണികളെല്ലാം വറ്റി. ഇപ്പോൾ എന്നെങ്കിലും ടാങ്കറുകളിൽ എത്തുന്ന വെള്ളമാണ് ഏക ആശ്രയം. ഇങ്ങനെ 10-20 കുടം വെള്ളമേ കിട്ടുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്റെ ഇതിലൊക്കെ. വേറെ വെള്ളമൊന്നും കിട്ടില്ല. ഇവിടെ ഉപ്പ് വെള്ളമൊക്കെയാണ് പിന്നെ കിട്ടണത്. ഒരു 10-15 ദിവസം കഴിയുമ്പോഴേ ഈ വെള്ളം പരിവുള്ളൂ. ചുറ്റിലും വെള്ളമുണ്ടെങ്കിലും ഉപ്പ് കലർന്ന കായൽ ജലമായതിനാൽ ഒരു ഉപയോഗത്തിനും കഴിയാത്തതിനാലുള്ള ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശവാസികൾ. ഈ മേഖലയിൽ എവിടെ കിണർ കുഴിച്ചാലും ലഭിക്കുന്നത് ഉപ്പുവെള്ളം തന്നെ. ടാങ്കറുകളിൽ എത്തുന്നത് പലപ്പോഴും അഴുക്കുവെള്ളമാണ് എന്നതിനാൽ ഇവർ രോഗഭീതിയിലാണ്. കുഞ്ഞുങ്ങളൊക്കെ കിടന്ന് കുളിക്കാതെ ഈ വെള്ളത്തിലൊക്കെ പുറവില് വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണെങ്കിലും ഒക്കെ അഴുക്ക് വെള്ളം കൊണ്ട് കുളിച്ചിട്ടൊക്കെ തലമുടിയൊക്കെ ആണെങ്കിലും വെറുതെ ചൊറിഞ്ഞ് പൊട്ടുകയെടുക്കുകയൊക്കെ ചെയ്യും. വെള്ളം തന്നെയില്ല, എന്ത് ചെയ്യും? അരി വെക്കണ്ടേ? കൊച്ചുങ്ങളില്ലേ, ഞങ്ങൾക്ക് എത്ര നാളിത് അനുഭവിക്കും? ഞങ്ങൾ എന്തോരം നാള് ഞങ്ങൾ ഇപ്പൊ പ്രായമായ വന്ന അമ്മമാരാണ്. ഇപ്പൊ വന്ന മരുമക്കൾ പോകുമ്പോ ഞങ്ങളെപ്പോലെ വെള്ളം തിരക്കി കലക്കണമെങ്കിലാ കുളിക്കണമെങ്കിലാ ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയാൽ മതി. ഞങ്ങൾ പരാതിക്ക് ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ കളക്ടറേറ്റ് വരെ പോയി, ഞങ്ങൾ പോകാത്ത സ്ഥലമൊന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഓരോ കുടുംബങ്ങളുടേതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലെത്തുന്ന വെള്ളം ഇങ്ങനെയാണ് സംഭരിക്കുന്നത്. ജനാറം പദ്ധതിയിൽ നിന്ന് ഇവർക്ക് വെള്ളം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അത് ഇങ്ങോട്ടെത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റിസ്ഥാപിച്ച് വെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. രഞ്ജിത്ത് രാജകുമാരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സമീർ വഴങ്ങോട്. ചാലക്കുടി മണ്ഡലത്തിലെ MP ഫണ്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്നസെന്റ് MPയാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ ഫണ്ട് വിനിയോഗത്തിന് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. മികച്ച നിർദ്ദേശങ്ങൾക്ക് MP പുരസ്കാരവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കുന്ന 2017-18 സാമ്പത്തിക വർഷത്തെ MP ഫണ്ട് വിനിയോഗം സംബന്ധിച്ചാണ് ഇന്നസെന്റ് MP പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ക്ഷണിച്ചത്. പ്രാദേശിക ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് ചാലക്കുടി മണ്ഡലത്തിലെ ആരോഗ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിൽ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ ഉതകുന്ന മാതൃകാപരമായ പദ്ധതികളാണ് നിർദ്ദേശിക്കേണ്ടത്. 5 കോടി രൂപയാണ് MP ഫണ്ടായി ഒരു വർഷം ലഭിക്കുക. ഇതിൽ നിന്ന് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസന പദ്ധതികൾക്ക് ശേഷമുള്ള 3.75 കോടിയാണ് പൊതുവികസന പദ്ധതികൾക്ക് ഉപയോഗിക്കുക. മണ്ഡലത്തിലെ ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ നിരവധി പദ്ധതികളാണ് ഇതിനോടകം തന്നെ ഇന്നസെന്റ് നടപ്പാക്കിയിട്ടുള്ളത്. 5 താലൂക്ക് ആശുപത്രികളിൽ മാമോഗ്രാം യൂണിറ്റുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ, സ്കൂളുകളിൽ ഗോ സ്മാർട്ട് സ്കൂൾ പദ്ധതി, സുരക്ഷിതയാത്ര, സുന്ദരയാത്ര പദ്ധതി, പിന്നോക്ക ആദിവാസി, ദളിത് മേഖലകളിൽ കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കി. സംസ്ഥാനത്ത് ആദ്യമായി MP ഫണ്ടിന് സോഷ്യൽ ഓഡിറ്റ് നടപ്പാക്കിയതും ഇന്നസെന്റാണ്. ഇതിന്റെയെല്ലാം തുടർച്ചയായാണ് MP ഫണ്ട് വിനിയോഗത്തിന് പൊതുജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്. നിർദ്ദേശങ്ങൾ ഈ മാസം 31-നകം ലഭിക്കണമെന്നും മികച്ച നിർദ്ദേശങ്ങൾക്ക് പുരസ്കാരം നൽകുമെന്നും MP അറിയിച്ചു. പിന്നിട്ട 3 വർഷങ്ങളിലെ MP ഫണ്ട് വിനിയോഗത്തിലൂടെ ജനശ്രദ്ധയാകർഷിച്ച ഇന്നസെന്റ്
വികസന രംഗത്ത് പുത്തൻ ആശയങ്ങൾ നടപ്പാക്കുന്നതിന് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.